നീ ഏതാടി പെങ്കൊച്ച്? ഞാനിവിടെ ജോലിക്ക് വന്നതാണ്. നിങ്ങളേതാ? ഞാൻ ഏതാണെന്നോ? അത് നല്ല ചോദ്യം. കാർത്താണിത്തള്ളവിടെ ഇന്ന് വരെ ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. നീ ഇന്ന് ഇങ്ങോട്ട് വന്നത് ഇവിടുത്തെ കാര്യങ്ങളെ കേട്ടും ചെയ്തു കൊടുക്കുന്നവരാ ഞാനും എന്റെ മക്കളും. പൊട്ടൻ എന്റെ മോനാ. എന്നാലും ഇവിടെ കൊച്ചെ, നീ എന്നോട് ഇങ്ങനെ ചോദിച്ചു കളഞ്ഞല്ലോ ഞാൻ ഏതാണെന്ന്. എന്നാലും എന്റെ കുഞ്ഞ്, ഇത്ര പറ്റൊന്നും ഞാൻ അന്യായി പോയല്ലോ. എന്താ തന്നെ? ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ ആ പെണ്ണ് വെട്ടുപോത്തിനെ നോക്കുന്ന പോലെ എന്നെ നോക്കിക്കൊണ്ട് ചോദിക്കുക, നിങ്ങളേതാന്ന്. ഞാനും എന്റെ മക്കളും ഈ വീട് കൊണ്ടൊക്കെയാ കഴിയുന്നത്. ഏത് മണിക്കൂർ വന്നാലും ഞങ്ങൾ ഇവിടെ വരാതിരിക്കുകയില്ല. അവൾക്ക് നിങ്ങൾ അറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിച്ചതായിരിക്കും. അങ്ങനല്ല കുഞ്ഞ്, അർത്ഥം വെച്ച് തന്നെ ആ പെണ്ണ് ചോദിച്ചത്. ഇല്ലേ, ഒരു കാര്യം ഞാൻ പറയാം. ഈ അടുക്കളയ്ക്ക് നിൽക്കാൻ വരുന്നവരെ ഒന്നും വിശ്വസിച്ചേക്കരുത്. പെട്ടി അലമാരിയൊക്കെ പൂട്ടി വെച്ചേക്കണം. നേറിയില്ലാത്തതുങ്ങളാ. വല്ലത് മോഷ്ടിച്ചോണ്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അവൾ അങ്ങനെയുള്ളതൊന്നും ആയിരിക്കില്ല. തള്ള എന്തിനാ വന്നത്? എനിക്കിന്ന് പ്രദോഷമാണ്. പറഞ്ഞ പോലെ ഇന്ന് പ്രദോഷമാണല്ലോ. എന്റെ മോള് മീനാക്ഷി ഇന്ന് നേരത്തെ യോഗ്യത അടുത്തേക്ക് പോയിരിക്കുക. അവിടെ ശുദ്ധം തളിക്കാനൊക്കെ ഉണ്ടെന്നും പറഞ്ഞു. ആ കുഞ്ഞ്, വീട്ടിലൊരു വിരുന്നുകാരൻ വന്നിരിക്കുന്നു. ഒരു മുറി തേങ്ങ എന്നാട്ട് ഇച്ചിരി ചമ്മന്തിയെങ്കിലും അരയ്ക്കണ്ടേ? പൊന്നമ്മേ, ഇവർക്ക് എന്താ വേണമെന്ന് വിചാരം എടുത്ത് കൊടുക്കൂ. എന്നാ ഞാൻ പോയി ചേർത്ത കഴിഞ്ഞു. എടീ കൊച്ചേ, ഒരു മുറി തേങ്ങായും ശകലം മുളക് വെച്ചിട്ട് പുളി എടുത്തു തരാൻ സരസ്വതി കൊച്ചു പറഞ്ഞു. നിങ്ങൾ തേങ്ങ മാത്രം ചോദിച്ചേ ഞാൻ കേട്ടുള്ളൂ. അല്ലല്ല, പെണ്ണ് മോശമല്ലല്ലോ. പിന്നെ ഇരുന്നിട്ട് കാല് നീട്ടിയാ മതി കേട്ടോ. ഞാൻ വല്ലത് മോഷ്ടിച്ചുകൊണ്ട് പോകും, പെട്ടിയൊക്കെ പൂട്ടി വെക്കണമെന്ന് കൊച്ചമ്മോട് പറയുന്നത് ഞാൻ കേട്ടല്ലോ. അയ്യോ, അത് നിന്റെ കാര്യമാണോ? അങ്ങനെ ഉള്ളവരും ഉണ്ടെന്നല്ലേ പറഞ്ഞത്. എന്നാലും എന്റെ കൊച്ചേ, നീ എന്നെ അങ്ങനെ സംശയിച്ചു കളഞ്ഞല്ലോ. നീ കുറച്ച് മുളകും പുളിയും ഒക്കെ എടുത്തതാ. 2 കഷ്ണം ഉള്ളിയും കൂടെ, ഇച്ചിരി ഉപ്പും. നീയും തുടങ്ങി ഇതിനകത്തൊക്കെ ചാണകം കലക്കി തളിക്കാനായത്. ഇപ്പോൾ തന്നെ തൊഴിൽ കിടക്കുന്ന സുഖമാണ് ഈ പൊരിക്കകത്ത് കിടന്നത്. കൊച്ചമ്മ പറഞ്ഞതാ. ഓഹോ, നീയും ജയിച്ചും കൂടെ മാറി മാറി ഇതിനകത്തൊക്കെ ഇങ്ങനെ ചാണകം തളിക്കാൻ തുടങ്ങിയാൽ ഞാൻ കുറെ അയ്യാറായിട്ട് കൊണ്ട് നടും ഇതിനകത്ത്. ഭക്ഷ്യക്ഷാമമെങ്കിലും തീരെ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. ഇനി മുതൽ വെറും വെള്ളം ഇതിനകത്തൊക്കെ തളിച്ചാൽ മതി. ചേച്ചിയുടെ ചാണകം തളിച്ചിടണമെന്നും പറഞ്ഞേക്കണം. എടാ എടാ, നീ എന്താ അവളോട് വേണ്ടാത്ത അനാവശ്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്? പൊന്നമ്മേ, നീ കാപ്പി കൊണ്ടു കൊടുക്ക്. അപ്പോൾ വീട്ടിൽ ശുദ്ധം തെളിക്കണ്ടെന്നാണോ നീ പറയുന്നത്? എന്നാ ചേച്ചി കണ്ണാലിയെ കൊണ്ടുവന്ന് കെട്ടിക്കും, പരമശുദ്ധമായിരിക്കും. നീ ദൈവവിശ്വാസം ഇല്ലാത്തവനാണ്. എനിക്ക് ദൈവവിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങളുടെയൊക്കെ ഈ ഏർപ്പാടിൽ എനിക്കിഷ്ടമല്ല. അനന്ത, എന്നെ ഗുണദോഷിക്കാനൊന്നും നീ വരണ്ട. നിനക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയേക്കാം. ശരി, ഞാനൊന്നും പറയുന്നില്ല. പൊന്നമ്മേ, നീ പൂജമുറിയിലെല്ലാം ഒരുക്കി വിളക്ക് കത്തിക്കണം. ഞാൻ ദീപാരാധന കഴിഞ്ഞിട്ടേ വരൂ. ചതിച്ചല്ലോടി പൊന്നമ്മേ. ഞാൻ ആ മത്തായോട് പറയും മീൻ കൊണ്ട് വരാൻ പറഞ്ഞിരുന്നു. ഇന്നിവിടെ മീൻകറി വെച്ചാൽ ചേച്ചി എന്നെ നിന്നെ അടിച്ചിറക്കും. ആ, പൊന്നമ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, അനുജിത്യം, പിന്നെ രുക്മിണിയും. രുക്മിണി പൊന്നമ്മയുടെ ചേച്ചിയാണോ? അല്ല, രുക്മിണി ആടാ. അപ്പോൾ പൊന്നമ്മയ്ക്ക് പ്രിയപ്പെട്ട ഒരാടുമുണ്ടില്ലേ? ആ ശരി ശരി, നീ പോയി പൂജാമുറി ഒരുക്കിക്കോ. അല്ല, ഇനിയും തിന്നു കഴിഞ്ഞില്ലേ? കഴിഞ്ഞു കഴിഞ്ഞു. നീ തിന്ന പാത്രം കഴുകാൻ നിന്റെ കെട്ടുകളുണ്ടോ ഇവിടെ? ഞാൻ മറന്നുപോയി. എടാ പൊട്ട, കുറച്ച് പൂ പറിച്ചോണ്ട് വരണം. കുറച്ച് പൂ വേണമെന്ന്. പൊന്നമ്മയ്ക്ക് ഞാൻ അമ്പലക്കുളത്തിൽ നിന്ന് താമരപ്പൂ പറിച്ചോണ്ട് തരാമേ. എനിക്ക് ഇയാള് പൂ വന്ന് സമ്മാനിക്കണ്ട കേട്ടോ. പൂജാമുറിയിലേക്കാ. ദൈവമേ, തോറ്റു.
പറഞ്ഞുകൂടെ? തറയിലെങ്ങാണെന്നില്ല, വന്നിട്ട് 5-6 മാസം കഴിഞ്ഞില്ലല്ലോ. നിങ്ങളോട് വേലി വിളിച്ചു കയറുന്ന എന്തിനാണെന്നാ ചോദിച്ചേ? മനസ്സുണ്ടായത്. മനസ്സുണ്ടാവുന്നതേ നിങ്ങളുടെ വീട്ടിൽ മതി കേട്ടോ. ഇത് നിന്റെ തന്ത സമ്പാദിച്ച വകയാണോ? ദേ, തമ്മാടത്തരം പറഞ്ഞാലുണ്ടല്ലോ. ഹാ, നിങ്ങളുടെ പ്രായം വിചാരിച്ചിട്ടാണ് ഞാനൊന്നും പറയാത്തത്. എന്നാലും എന്റെ കുഞ്ഞെ, നീ എന്നോട് അങ്ങനെ പറഞ്ഞു കളഞ്ഞത്. എന്റെ പ്രായം ഓർത്തിട്ടാ ഒന്നും പറയാത്തത്. എന്റെ മോളെ പോലാണ്. മോളെ, പഞ്ചാര ഉണ്ടെങ്കിൽ ഒരു കപ്പില്ല, നാളെ ഇങ്ങ് കൊണ്ടുതരാം. ഇവിടെ പഞ്ചാരയില്ല, പഴമില്ല. അങ്ങനെ പറയാതെ മോളെ. ഒരു വിരുന്നുകാരൻ വന്നിരിക്കുന്നു, വേഗം കുറച്ച് പഞ്ചാര. സരസ്വതി കുഞ്ഞ് വരുമ്പോ പറഞ്ഞാലും തിരക്കേടില്ല. ഒക്കെ ഇല്ല. ഇവിടുന്ന് പഞ്ചാര കൊണ്ടുപോയിട്ട് കാപ്പ് വെച്ച് കുടിക്കാൻ നോക്കണ്ട കേട്ടോ. പറ്റിച്ചു കൊണ്ടുപോകാൻ തന്നെ നടക്കുകയാണ്. ആരാ പുറത്ത് വർത്തമാനം പറയുന്നത്? സരസ്വതി കുഞ്ഞു വന്നു, കണ്ടോളൂ. പൊന്നമ്മേ. എന്തോ? എന്തിനാ അവര് ചീത്ത പറഞ്ഞത്? ആ, ഞാനൊന്നും പറഞ്ഞില്ല. അയ്യോ, എന്റെ ഒരേ തമ്പുരാനെ, ഈ പെണ്ണെന്നെ പറഞ്ഞ പോഴത്തെ കേട്ട അമ്മവക്കന്മാരുള്ളവർ സഹിക്കത്തില്ല. തമ്പറന്നാരെ, കള്ളം പറയരുത്. ഞാൻ എന്ത് പാഴത്തം പറഞ്ഞു? കണ്ടോ കണ്ടോ, സരസ്വതി കുഞ്ഞിന്റെ മുമ്പിൽ വെച്ചിത്രേ. അപ്പൊ കുഞ്ഞില്ലാത്തപ്പോഴും. എടി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വായിൽ തോന്നുന്നത് പറയാനുള്ള സ്ഥലം ഇതല്ല. പൊടിയപ്പുറത്ത് അകങ്കാരി. കുറച്ച് പഞ്ചസാര കൊണ്ടുവന്നവർക്ക് കൊടുക്ക്. പഞ്ചസാര എടുത്ത് കൊടുക്കാൻ. ഞാൻ കൊടുക്കില്ല. എന്തു പറഞ്ഞു? എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം. എന്തിനാ പറഞ്ഞേ? എനിക്ക് പോകണം. അനന്തൻ വരട്ടെ. പൊന്നമ്മേ. എന്തോ? നീ അത്താഴം കഴിച്ചില്ലേ? എനിക്ക് വേണ്ട. എഴുന്നേറ്റ് പോയി ചോറുണ്ട്. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. എനിക്ക് കുളിരുന്നു. വല്ലാതെ പനിക്കുന്നല്ലോ. അനന്താ, അനന്താ. എന്താ ചേച്ചി? പൊന്നമ്മയ്ക്ക് വല്ലാതെ പനിക്കുന്നു. വേഗം പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വാ. ശരി. പൊന്നമ്മേ, കഴിക്കാൻ ഇവിടെ നിന്ന് കൊണ്ടുവരട്ടെ? എനിക്കൊന്നും വേണ്ട. പൊന്നമ്മേ. ആഹാ, ചേച്ചി ഉറങ്ങിയില്ലേ? നീ ഉറങ്ങിയില്ലേ? ഞാനിപ്പോ ഉണർന്നേ ഉള്ളൂ. പൊന്നമ്മയ്ക്ക് എങ്ങനെയുണ്ട്? പനി കുറവുണ്ട്. എന്നാ ചേച്ചി കിടന്നുറങ്ങി. മണി 4 പൊന്നമ്മേ, ഇപ്പൊ കുളിര് കുറവുണ്ടോ? ഉണ്ട്. ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. പൊന്നമ്മേ,
നിന്നെ ഞാൻ അയക്കുകയുമില്ല. പൊന്നമ്മേ, പൊന്നമ്മേ, പൊന്നമ്മോ. എന്താടാ പൊട്ട? പൊന്നമ്മ പൊന്നമ്മന്ന് വിളിക്കാൻ നിന്റെ അമ്മ കാർത്തേൻ തലയുടെ മടി വെച്ചല്ലേ എനിക്ക് പേരിട്ടിരിക്കുന്നത്. അവന്റെ ഒരു ചിളി. പൊന്നമ്മ, എന്താടാ നീ നിന്റെ പാട്ടിന് പോ. അവന്റെ ഒരു ശൃംഗാരം. പൊന്നമ്മേ, പൊന്നമ്മേ, എന്തോ പൊട്ടന് വല്ലതും കൊടുത്തോ? ഇല്ല. അതെന്താ? ഞാൻ അയാൾ പോയത് കണ്ടില്ല. പൊട്ടാ, എടാ പൊട്ടാ. അവനെന്താണ് പിണങ്ങിപ്പോയതുപോലെ? എനിക്കറിയില്ല കൊച്ചുമ്മേ. പാവം, ആരെന്ത് പറഞ്ഞാലും പിണക്കമില്ലാത്തവനാണ് അവൻ. ഇന്നെന്താണ് ഇങ്ങനെ? അനന്തൻ വരുന്നു, നീ പോയി കാപ്പിയെടു. വേറൊരാൾ കൂടെ ഉണ്ടല്ലോ.